കണ്ണൂർ സർവകലാശാല BCA 6ാം സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ സ്വാശ്രയ സ്ഥാപനമായ പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജ് പ്രിൻസിപ്പലിനെതിരെ ബേക്കൽ പോലീസ് കേസെടുത്തു. പ്രിൻസിപ്പലിന് ഗുരുതര വീഴ്ചയുള്ളതായി കണ്ടെത്തൽ. പാലക്കുന്ന് ഗ്രീൻവുഡ്സ് കോളേജിൽ BCA 6ാം സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ബേക്കൽ പോലീസ് കേസെടുത്തത്. സർവകലാശാല രജിസ്ട്രാർ ഇമെയിൽ വഴി അയച്ച ചോദ്യപേപ്പർ വാട്സപ്പിലൂടെ ചോർത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഏപ്രിൽ 2-ന് ഗ്രീൻവുഡ് കോളേജ് പരീക്ഷാ ഹാളിൽ സർവകലാശാല സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ചോർച്ച കണ്ടെത്തിയത്. വിദ്യാർത്ഥികളുടെ വാട്സപ്പിൽ ചോദ്യപേപ്പർ കണ്ടെത്തുകയായിരുന്നു. പരീക്ഷയ്ക്ക് 2 മണിക്കൂർ മുമ്പ് പ്രിൻസിപ്പലിന്റെ ഇമെയിലിലേക്ക് അയച്ച ചോദ്യപേപ്പറാണ് ചോർന്നത്. പാസ്വേഡ് സഹിതം അയക്കുന്ന ചോദ്യപേപ്പർ പ്രിൻസിപ്പലിന് മാത്രമാണ് തുറക്കാൻ അധികാരം. ഇത് പ്രിന്റ് ഔട്ട് എടുത്ത് പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികൾക്ക് നൽകണം. എന്നാൽ പരീക്ഷയ്ക്ക് മുമ്പേ ചോദ്യപേപ്പറിന്റെ ചിത്രങ്ങൾ വിദ്യാർത്ഥികൾക്ക് വാട്സപ്പിലൂടെ ലഭിച്ചു. മാർച്ച് 18 മുതൽ ഏപ്രിൽ 2 വരെയായിരുന്നു പരീക്ഷ. കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ കർശന നടപടി വേണമെന്ന് SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സർവകലാശാലയിലെ BCA 6ാം സെമസ്റ്റർ പരീക്ഷയെ ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കുന്ന് ഗ്രീൻവുഡ്സ് കോളേജിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന ഒരു വാർത്ത കടന്നു വരുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI പരിശോധിച്ചപ്പോൾ ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ സ്ക്വാഡ് അവിടെ പരിശോധന നടത്തി യൂണിവേഴ്സിറ്റിയാണ് ഒടുവിൽ അത്തരമൊരു ക്വസ്റ്റ്യൻ ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ചറിഞ്ഞത്. എന്നാൽ ഇന്നലെയോടുകൂടി ഈ വാർത്ത മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ വലതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം MSFും KSUവും എല്ലാം തന്നെ ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടന്നൊരു സാഹചര്യം ഉണ്ടായി. വിഷയത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയുടെ മേലിലേക്ക് ആണ് ക്വസ്റ്റ്യൻ ചോർന്നതെന്ന് ധരിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഇടപെടൽ MSFിൻ്റെയും KSUവിൻ്റെ ഭാഗത്ത് സമരാഭാസം ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നിരിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് എല്ലാ പരീക്ഷാ സെന്ററുകളിലും നിരീക്ഷകരെ ഏർപ്പെടുത്താനും അൺഎയ്ഡഡ് കോളേജുകളിൽ നിരീക്ഷണം ശക്തമാക്കാനും സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നത് നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചോദ്യപേപ്പർ ചോർന്ന പാലക്കുന്ന് ഗ്രീൻവുഡ്സ് കോളേജിൽ നടന്ന പരീക്ഷ മറ്റൊരു സെന്ററിൽ വീണ്ടും നടത്തും. കൈരളി ന്യൂസ്, കാസർഗോഡ്.